ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് അത്ര സുഖമല്ല കേട്ടോ. മറ്റൊന്നുമല്ല, അന്ന് നമ്മുടെ ചുണ്ടിൽ വന്ന ബേണിംഗ് സെൻസേഷൻ ഇല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കോൾഡ് സോർ ആയിരുന്നു കേട്ടോ. 2 വർഷം മുന്നേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിന് ആൻറ്റിവൈറൽ ഡ്രഗ്സ് എടുക്കുക, ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, ആൻറ്റിവൈറൽ ഡ്രഗ്സ് എടുക്കുക എന്നുള്ളതുള്ളൊരു സൊല്യൂഷൻ. പക്ഷെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ആൻറ്റിബയോട്ടിക്കോ ആൻറ്റിവൈറൽ ഡ്രഗ്സോ എനിക്ക് തോന്നുന്നു മിക്ക ഡ്രഗ്സും മെഡിക്കൽ ഷോപ്സിൽ നിന്ന് കിട്ടത്തില്ല. സോ നമ്മൾ പേരിനൊരു ഡോക്ടറെ കാണാൻ പോവാണ്, മോള് ട്യൂഷന് കൊണ്ടുപോയി ആക്കുന്ന വഴി. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. സംഭവം ഒരു കാര്യം കാണിച്ചത് കേട്ടോ. ഞാൻ സാൻഡ്വിച്ച് എടുത്തിരിക്കും കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പുറത്തിറങ്ങിയാൽ ഹോസ്പിറ്റലിലും ട്യൂഷനൊക്കെ ആക്കാനാണ് പോകുന്നതെങ്കിലും എനിക്ക് വിശക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്കത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഇത് കണ്ടോ, വെജ് സാൻഡ്വിച്ച് ആണ്. ഇത് ഞാൻ ലുലുവിലെ വെജ് സാൻഡ്വിച്ച് എന്നാണ് വിളിക്കുന്നത്. ലുലുവിലത്തെ നമുക്കൊരു സാൻഡ്വിച്ച് വെജിന്റെ കിട്ടാറില്ലേ, സെയിം മാതിരിയുള്ള ഒരു സംഭവം കേട്ടോ. ഞാൻ വെറുതെ കാണിച്ചെന്നുള്ളൂ. പിന്നെ ഒരു കോഴിമുട്ടയുണ്ട്. കഴിക്കുന്നോണ്ട് തെറ്റില്ലല്ലോ, നമുക്ക് വിശക്കുമ്പോൾ കഴിക്കാം. പിന്നെ പുറത്തിറങ്ങി ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ, അത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. കഴിക്കാറുണ്ടോ പുറത്തുനിന്നൊക്കെ. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തൊരു സംഭവമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പം പതിയെ സ്കിൻ ഡോക്ടർ എടുത്തും ഇവനെ ട്യൂഷനൊക്കെ കൊണ്ടുപോകാം കേട്ടോ. എന്റെ ചുണ്ടിന് ഇത്തിരി കോൾഡ് സോർ ഇത്തിരി കൂടിയിട്ടുണ്ട്, അത് കാണിക്കുന്നില്ല, ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. അപ്പൊ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നില്ല സംഭവം. ഓക്കെ, ബൈ, കാണാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ക്ലിനിക്ക്. ഡോക്ടറെ കണ്ടു, ഡോക്ടർ മെഡിസിനൊക്കെ എനിക്ക് എഴുതി തന്നു. പുറത്തുനിന്ന് വാങ്ങേണ്ടതാണ്, കാരണം ഈ സ്കിൻ ക്ലിനിക്കാണ്. അപ്പോൾ ഇവിടെ ആ മെഡിസിൻ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ സൺഡേ ആയതുകൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അല്ലാത്ത ക്ലിനിക്സ് ഒന്നും ഓപ്പൺ അല്ല സൺഡേ. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ ഡോക്ടേഴ്സും ഉണ്ടാവത്തില്ല ഒ പിയിൽ. ഇവിടെയാണെങ്കിൽ എനിക്ക് ഡോക്ടറെ അറിയുകയും ചെയ്യാം. അപ്പോൾ ഡോക്ടർ എനിക്ക് മെഡിസിൻ എഴുതി തരുകയും ചെയ്തു. അപ്പോൾ മെഡിസിനൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. ഇനിയുള്ള എൻ്റെ ചുണ്ടിൻ്റെ അടുത്ത വിശേഷം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ, അടുത്ത ദിവസമായി നമ്മൾ പുതിയ ഫിഷിനെ വാങ്ങിച്ചിട്ടോ. നമ്മുടെ ബെറി RIP ആയി. അപ്പം നമ്മൾ ബെറിനെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഫിഷിനെ വാങ്ങിച്ചു. ഒരു പീക്കോക്ക് കളറിലുള്ള ഒരു ഫിഷാണ്. നമുക്ക് പിന്നെ പുതിയ പ്ലാന്റ്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പുതിയ ഈ ഒരു പ്ലാന്റിനെ എക്സ്ട്രാ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ലക്കി ബാമ്പു വാങ്ങിച്ചു. പിന്നെ ഇന്നത്തെ ഉച്ചക്കാലത്തെ കറി വന്നിട്ട് നമ്മളുടെ രസമുണ്ട്, കുറച്ച് കൂന്തൽ, അത് കഴിഞ്ഞ ദിവസത്തെയാണ്. പിന്നെ നമ്മളുടെ ദേശീയ ഭക്ഷണം ചെമ്മീൻ, പിന്നെ അതേപോലെ തന്നെ മുട്ട വറുത്തത്, പിന്നെ കുറച്ച് ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കുവാണ്. അപ്പോൾ ഞാൻ എന്താണെന്നുണ്ടെങ്കിലും ഉച്ചയൂണ് റെഡിയാക്കി വെച്ചു. അപ്പോൾ സാമിനെ വിളിച്ചിട്ട് നമുക്ക് ഇനിയും ഊണൊക്കെ കൊടുക്കാം. സാം നല്ല ഉറക്കത്തിലാണ്, ഞാനും ഉറക്കത്തിൽ തന്നെയായിരുന്നു. കാരണം എനിക്കാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ എടുക്കുന്നതുകൊണ്ടിട്ട് കുറച്ച് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു. സംഭവം സിവിയർ അല്ല, എന്നിരുന്നാലും ഇതൊരു അശ്ലീകരം പിടിച്ചിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് ഇതിൻ്റെ സ്കാറും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ പോണ വരെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഏരിയയിലാണ്, നമ്മളുടെ ചുണ്ട് ആ ഒരു ഏരിയയിലേക്കാണ് ഈ സംഭവം വരുന്നതും. അതാണ് ഏറ്റവും വലിയത്. ഞാൻ സ്ട്രെസ് ഉണ്ടായെന്ന് വെച്ചാൽ സ്ട്രെസ്സല്ല എനിക്ക് ഈ പ്രാവശ്യം ഉണ്ടായത്. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് അടുത്ത ക്ലിപ്പിൽ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊന്നുമല്ല, നമുക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലൈമറ്റിക് കണ്ടീഷനിൽ പെട്ടെന്ന് നമ്മൾ എക്സ്പോസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിലും ഈ സംഭവം വരാറുണ്ടെന്നാണ് എൻ്റെ ആദ്യം കണ്ട് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അത് എപ്പോഴും അല്ല. ഇപ്പം നമുക്കിപ്പം നമ്മുടെ സമ്മർ സീസൺ ആണല്ലോ, സമ്മർ സീസൺ അല്ല ഇതിപ്പം, നമുക്ക് മൺസൂൺ തുടങ്ങി, എന്നാലും നമ്മൾ ആ മൺസൂണിൻ്റെ ഇതിലോട്ട് എത്തിയിട്ടില്ല. സമ്മർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ചൂടും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ബുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞങ്ങളുടെ ബാൽക്കണിയിൽ പോയിട്ടിരുന്നു. അത് വേറൊന്നുമല്ല, ഇവയ്ക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം തെർമോക്കോൾ യൂസ് ചെയ്യേണ്ടതായതുകൊണ്ടിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടിരുന്നു. അല്ലെങ്കിൽ മൊത്തത്തിൽ തെർമോക്കോൾ പറന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരുന്നു. അപ്പം ഞാൻ ആ കൂട്ടത്തിൽ അവരോട് വിശേഷം പറഞ്ഞിരിക്കാമെന്നല്ലോ എന്നുള്ള കൂട്ടത്തിൽ വന്നിരുന്ന ഇരിപ്പാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ചൂടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നിസ്സാര ചൂടൊന്നുമല്ല, പുറത്ത് നമ്മൾ നോർമൽ ഇരിക്കുന്ന പോലെ. കാരണം ആ ഗ്ലാസ്സിൽ കൂടി എത്ര വന്നാലും വെയിലിൻ്റെ ആ ഒരു നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ പോരാത്തതിന് ഞാൻ തലയിൽ എണ്ണയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ എണ്ണയും അങ്ങോട്ട് ഇറങ്ങി. അതായത് വന്നിട്ട് എനിക്കിപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ ആയല്ലോ. അപ്പം ഞാനപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതുമില്ല. അപ്പം നമ്മുടെ ബോഡിയിൽ ഈ വൈറസ് വൺസ് വന്നിട്ടുണ്ടെങ്കിൽ റെസസീവായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പം നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് വരുമ്പോൾ അത് പൊങ്ങി വരും എന്നതാണ് ആ സംഭവം വരുന്നത്. അപ്പം അത് നമ്മൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻസ് ഒഴിവാക്കുക എന്നതൊക്കെയേ ഉള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും അങ്ങനെ ഓർത്തുനിന്ന് വരില്ലല്ലോ ചില സമയത്ത്. പക്ഷെ ഇതിലും കൂടുതൽ വെയിലും കാര്യങ്ങളുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോകുന്നുണ്ടാവും. പക്ഷെ അപ്പോഴൊന്നും വന്നിട്ടില്ലേ. ഇതെന്തോ എനിക്ക് ഇങ്ങനെ കിട്ടി. കാരണം ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനാണ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൂ ഈ അടുത്ത ദിവസങ്ങളിൽ. ഇതിന് വേറൊരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. സ്ട്രെസ് ഉണ്ട്, അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതായിരുന്നു അതിനുള്ള റീസൺ എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സംഭവം ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അത് ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിച്ചതാണ് എന്തായിരുന്നു റീസൺ എന്ന്. പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി, ഉറക്കത്തിൽ നിന്നൊക്കെ എനിക്ക് നല്ല ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് എനിക്ക്
മറ്റേ മുതുക് ഒന്ന് മസാജ് ചെയ്ത് താന്ന് പറഞ്ഞു. വേറെ ഒന്നല്ല, ഡംബൽസ് എടുത്തു തുടങ്ങി, പെട്ടെന്ന് അങ്ങ് എടുത്തു. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം കേട്ടോ. പുള്ളിക്കാരന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എന്ത് തുടങ്ങിയാലും നമ്മൾ സ്ലോവിനല്ലേ തുടങ്ങേണ്ടത്. ആളങ്ങോട്ട് ഓക്കെ പറ്റും ഭയങ്കര ഓവർ കോൺഫിഡൻസിൽ അങ്ങ് കയറി എടുത്തതാണ് കേട്ടോ. എന്ത് പറ്റി, ഈ പറഞ്ഞതുപോലെ ECG വരെ എടുക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ കരുതി ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഷോൾഡർ പെയിനൊക്കെ വരുന്നത് ഇനിയിപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. നമ്മൾ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ആൾക്കാരാണല്ലോ ചില സമയത്ത്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. പിന്നെ പുള്ളി പറയുന്നത് ഡംബൽസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് തുടങ്ങി അതിൻ്റെ ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നീരിൻ്റെ ഇതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അത് കുറച്ച് നേരം കൊണ്ട് മസാജ് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ വരാറേയായി ഏകദേശം. അപ്പോൾ എന്ത് പറയാം, അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകുന്നേരം നല്ല പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ അവരുടെ എന്താ പറയുന്നത്, നമ്മളുടെ ജൂൺ സ്കൂൾ തുറന്നിട്ട് മെയിൻ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ അല്ല, അവരുടെ അക്കാഡമിക് ഇയറിലെ എന്താ പറയുന്നത്, നമ്മുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഉറക്കമൊക്കെ നന്നായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എന്താ പറയുന്നത്, അവരുടെ ആ ഒരു യൂഷ്വൽ ടൈം ടേബിളിൽ നിന്ന് അവർ മാറി മൊത്തത്തിൽ ആകെ ഔട്ട് ഓഫ് റൂട്ടീൻ ആയി കിടക്കുമല്ലേ. അപ്പോൾ സ്കൂളിൽ കിടന്ന് ഉറങ്ങുമോ ദൈവം കണ്ടു. അപ്പോൾ അതെ ചുണ്ടിൻ്റെ അവസ്ഥ കണ്ടില്ലേ മക്കളെ, ഞാനിത് കാണിക്കാനാണ് ഈ വീഡിയോ എടുത്തത്. കണ്ടോ, ഇതാണ് അവസ്ഥ. ചായ ആവട്ടെ, ചായ ഗ്ലാസ്സിൽ പകർത്തിയിട്ട് നമുക്ക് കാണാം. ഇനി കുറച്ച് നേരം ചായയെല്ലാം കുടിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നല്ല ഏലക്ക ചായ ആയിരുന്നു കൊണ്ടിട്ട് നല്ല ആശ്വാസമുണ്ട്. പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞതുപോലെ അവർക്ക് കുറച്ച് ചോറും കാര്യങ്ങളെല്ലാം കൊടുക്കണം. കുറച്ച് ഫുഡേ ഞാൻ സ്കൂളിൽ കൊടുത്ത് വിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ ഒത്തിരി കഴിക്കാൻ പറ്റിയില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. കുളിച്ച് നല്ല ഫ്രഷായി. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇത് ചെയ്യാം, നമ്മളുടെ വിളക്ക് നമുക്ക് വെക്കാം. വിളക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഗണപതിയുടെ വിളക്ക് ഞാനിന്ന് വെക്കുന്നില്ല, ബിക്കോസ് എനിക്ക് പീരീഡ്സ് ആണ്. അപ്പം ഞാൻ നമ്മളുടെ മാതാവിൻ്റെയും പുണ്യാളൻ്റെയും അടുത്തൊന്ന് വിളക്ക് കത്തിച്ചൊക്കെ വെക്കാമെന്നൊക്കെ കരുതി. അപ്പം നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടുമല്ലോ. നമ്മുടെ പിള്ളേരും സാമും എല്ലാവരും ബിസിയിലാണ്, അവരുടേതായ തിരക്കിലും കാര്യത്തിലൊക്കെ ഇരിക്കുവാണ്. അപ്പം ഞാനപ്പോൾ എൻ്റെ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്ക് കുറച്ച് ചെടിയുടെ നമ്മുടെ ഗാർഡൻ്റെ അടുത്തോട്ടൊക്കെ പോവാം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ സമയങ്ങളിൽ ഞാൻ മിക്കവാറും കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പുണ്യാളൻ്റെ അടുത്ത്. ഇത് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പഴക്കമുള്ള രൂപമാണ് കേട്ടോ, സ്റ്റാച്ചു ആണ്. നമ്മളുടെ ഇപ്പം ഇങ്ങനത്തെ കിട്ടൽ വളരെ കുറവാണ്, നല്ല വെയിറ്റാണ് ഈ മാതാവിനും ഔസേപ്പിതാവിനും. ഇപ്പം നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ അല്ലേ കിട്ടുന്നത്. ഇപ്പം ഇത് പണ്ടത്തെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രൂപത്തിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്, രണ്ട് രൂപങ്ങളോടും. ഇത് കണ്ടില്ല, അതിനിടയിൽ ഇതാണ് ഇവർ അപ്പനും അമ്മയും. അപ്പനും മോളുടെയും ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിക്കുമെന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തിയതാട്ടോ. കാണട്ടെ, എല്ലാവരും കാണട്ടെ. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ? പിന്നെ അതെ ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ചെടിയിൽ മഴ പെയ്ത് ചെറിയൊരു മഴ കണ്ടിന്യൂസ്ലി ഇപ്പോൾ പെയ്യുന്നില്ല കേട്ടോ, മഴയൊക്കെ നിന്ന് കാണുമല്ലോ എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്നാലോ കാര്യമായിട്ടുള്ള വെയിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ചെടികളിങ്ങനെ ഉണങ്ങിയതും, അതായത് ഈ ഇലകളൊക്കെ ഉണങ്ങിയതും, പിന്നെ അന്ന് വീണ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കളയണ്ടേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ചെടികളാണ് കേട്ടോ. ഈ 2 പ്ലാന്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതിനേക്കാളും നല്ല ബുഷിയായിരുന്നു. പക്ഷേ കുറേയൊക്കെ ഇതിങ്ങനെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വെയിലിൻ്റെ പ്രശ്നം കൊണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല വെയിൽ കിട്ടും ഇവിടെ. അതുകൊണ്ട് സോളാർ നല്ല ലാഭമാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിരുന്നു 200 300 എന്തോ വന്നത് ബില്ല്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. എന്തായാലും 200 300 അത്രയേ ഉള്ളൂ, 300 250 ആ റേഞ്ചൊക്കെ ആയിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് 65 രൂപയാണ് കേട്ടോ ഞങ്ങളുടെ കറണ്ട് ബില്ല് വന്നത്. വളരെ കുറവായിരുന്നു. നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ടാണ്. മഴയാണെങ്കിലും ആ മഴ മാറുമ്പോൾ വരുന്ന വെയിൽ അങ്ങോട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് നമുക്കൊരു സമാധാനമായി എന്ന് വേണം പറയാൻ. അപ്പോൾ അതൊന്നും ഞാൻ പറയാമെന്ന് വിചാരിച്ചാണ്. ഞാൻ ഏതോ ഒരു എനിക്കിങ്ങനെ മെസ്സേജ് വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി വന്ന ബില്ല് 65 രൂപയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളെല്ലാം ഞാൻ പറിച്ച് കളഞ്ഞു. ചെടിയുടെ ഉള്ളിൽ നിന്നുള്ളതെല്ലാം പറിച്ച് കളഞ്ഞു. ഞങ്ങൾ നാളെ കുറച്ചും കൂടി ചെടി അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നല്ല ഭംഗിയിൽ നമ്മുടെ ഇവയുടെ വീഡിയോഗ്രാഫിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടില്ലേ. അയ്യോ ഇവിടെ പോയി, നമ്മുടെ മോൻ പോയി എന്ന് തോന്നുന്നു. അവളിതേ ഞങ്ങളിവിടെ നിന്നിട്ട് നിങ്ങൾ വായിൽ നോക്കികളെ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. ഇടയ്ക്ക് ഇതങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഉള്ളപ്പോഴേ ഞാൻ വന്ന് നിൽക്കാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഇടയ്ക്ക് ഒരുപാട് ലേറ്റായിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ തലയ്ക്ക് നമ്മൾ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് തലയ്ക്ക് ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കും. പ്രത്യേകിച്ച് കാണാനും വേണ്ട ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ നിൽക്കാം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു കൂട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞൊക്കെ നിൽക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയല്ലോ. ഇപ്പോൾ ഇങ്ങനത്തെ 2 ബാസ്ക്കറ്റും കൂടെ വാങ്ങണം.
അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് സൂക്ഷിക്കാം, അകത്തേക്ക് വെക്കണ്ട. അവർ നല്ല കുട്ടികളായിട്ട് വന്നിട്ട് എല്ലാ വേസ്റ്റും കളക്ട് ചെയ്തിട്ട് പോയി. കൂടുതൽ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്വസ്ഥമായി ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ കുറച്ച് അഴുക്കായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ഓപ്പൺ ചെയ്യോ ഇല്ലയോ എന്ന്. പക്ഷെ ഓപ്പൺ ഒന്നും ചെയ്തില്ലായിരുന്നു. അവരങ്ങ് കളക്ട് ചെയ്തിട്ട് പോയത്. ഓക്കെ, അപ്പം അതിൻ്റെ പറയണം. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി വാട്ടർമെലൺ കട്ട് ചെയ്യാം. ഇന്നിപ്പം ഞാൻ രാത്രി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ഒരു 7 മണിയോ 6:30-7 മണിയോടെ എല്ലാവരുടെയും ഫുഡും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു വാട്ടർമെലൺ ഇരിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട്, പക്ഷേ ഞാൻ കേടായിട്ടുണ്ടെന്ന് സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കേടാവുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഷേക്ക് എന്തെങ്കിലും അടിച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ കേടായിട്ടുണ്ടായിരുന്നില്ല. ദൈവഭാഗ്യം. എനിക്ക് കേടായാൽ ഭയങ്കര സങ്കടമായിരിക്കും, കാശ് പോയില്ലേ. പക്ഷെ കേടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല രീതിയിൽ ഞാൻ 2 പേർക്കും, അപ്പോൾ ഇവ പറഞ്ഞു ഈക്വലായിട്ട് വേണം, എനിക്കും ഈക്വലായിട്ട് വേണം. ഹസ്ബൻഡിനും മോൾക്കും പല രീതിയിൽ കട്ട് ചെയ്യണം. ഒരാൾക്ക് കട്ട് ചെയ്യണ രീതി ആയിരിക്കരുത് ഒരാൾക്ക്. അങ്ങനെ ഞാൻ പറയുമായിരുന്നു ഏത് രീതി വേണം എന്ന് പറഞ്ഞപ്പം അവൾ ഓരോ സ്റ്റൈല് കാണിക്കുവാണല്ലേ, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല കുറച്ചൊക്കെ രസമാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ ഓർക്കും കേട്ടോ, കുറച്ച് നാളൊക്കെ കഴിയുമ്പം ഇതൊക്കെ മിസ് ചെയ്യത്തില്ല. ഇവരൊക്കെ വലുതായി, ഇവരൊക്കെ അങ്ങോട്ട് പോയി കഴിയും പഠിത്തത്തിന് വേണ്ടി. പക്ഷെ ഞാനങ്ങനെ ഹോസ്റ്റലിലൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഇവർ ഇവിടെ നിന്ന് തന്നെ പഠിക്കട്ടെ എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എനിക്കങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞങ്ങളുടെ ഒരു ഇതാണ്. അപ്പോൾ ഇവരിൽ നിന്ന് ഒരാൾ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകുന്നു വേണ്ട, നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഒന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവർ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു കുട്ടിത്വവും കാര്യങ്ങളെല്ലാം പോകത്തില്ല. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ചില സമയത്ത് എനിക്ക് ചിലവെടുത്ത് അടിക്കാനും തോന്നാറുണ്ട് കേട്ടോ. അമ്മാതിരി സ്വഭാവം കാണിച്ചു കളയും. അപ്പം എനിക്ക് അങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ നമ്മുടെ സെറക്കുട്ടിക്കും വാട്ടർമെലൺ തന്നെ മതി എന്ന് പറഞ്ഞു. തണുത്തതല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സെറയുടെ ഡിമാൻഡ് എന്താണെന്നറിയോ, എനിക്ക് സീഡ്ലെസ് ആയിട്ടുള്ളത് മതി, എനിക്കതിൽ നിന്ന് സീഡ് മാറ്റിത്തരണം, ഇവയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. സാമിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് പാടത്തില്ല, തൊലി പാടില്ല, അല്ലാണ്ട് കട്ട് ചെയ്യണം, ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ വാട്ടർമെലൺ ഫാമിലി ആയിരുന്നു. ടേബിൾ നോക്കരുത്. വാട്ടർമെലനും ചോക്ലേറ്റുമാണ് ഇവ ഇന്ന് രാത്രി കഴിക്കുന്ന ഫുഡ്. എന്ത് പറയാനാണ്, തലയ്ക്ക് ഓളം. അപ്പോൾ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്ത് കോലമാണ് മനുഷ്യ ടേബിൾ എന്ന് പറഞ്ഞപ്പോഴേക്കും വീടായ എങ്ങനെയൊക്കെയാണ്, നീ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, OCD പോയി എന്നല്ലേ പറഞ്ഞത്, നിന്നെ ഞാൻ ചെക്ക് ചെയ്യുവാണെന്ന്. സമ്മതിച്ചു, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് വേണ്ടല്ലോ. കണ്ടോ, സെറക്കുട്ടി സീഡ്ലെസ് ആയിട്ട് കഴിക്കുന്നു. അപ്പോൾ അത്രേ കൊള്ളട്ടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. ബൈ, സീ യു, ലവ് യു.